അസ്സലാമു അലൈക്കും. ഒരു മുസ്ലിം പെൺകുട്ടിയുടെ ജീവിതത്തിൽ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. ആ കാര്യങ്ങളെല്ലാം ഇബാദത്താക്കി എങ്ങനെ മാറ്റാം, പുണ്യകരമാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ. ഒരു മുഅ്മിനിൻ്റെ ദിവസം തുടങ്ങുന്നത് തഹജ്ജുദിലോ സുബഹിയിലോ ആയിരിക്കും. ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന സമയത്ത് അല്ലാഹു തആലയോട് നമ്മൾ നന്ദി പറയുക. ഉറക്കം എന്നത് ചെറിയൊരു മരണമാണ്. ആ മരണത്തിൽ നിന്നും നമ്മളെ ഉണർത്തിയതിന് അല്ലാഹുവിനോട് അൽഹംദുലില്ലാഹില്ലദി അഹ്യാന എന്ന് തുടങ്ങുന്ന ആ ദുആ നമ്മൾ ചൊല്ലിയിട്ടായിരിക്കണം ദിവസത്തിൻ്റെ ആദ്യം തുടങ്ങുന്നത്. ഈ ഒരു ദുആ നമ്മൾ ദിവസത്തിൻ്റെ ആദ്യത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വളരെ ബർക്കത്തുള്ള ഒരു ദിവസമായിരിക്കും. സുബഹി നിസ്കാരത്തിന് ശേഷം ആ സമയത്ത് വെറുതെ ഇങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ ഉറക്കം തൂക്കുന്ന ഒരവസ്ഥ, ഈ ഒരവസ്ഥയിൽ നിന്നും മാറാൻ അല്പം ഖുർആൻ ഓതാനും ദിക്ർ ചൊല്ലാനും മാറ്റിവെക്കുക, റുട്ടീനായിട്ട് കൊണ്ടുപോവുക. രാവിലെ തഹജ്ജുദിന് എണീക്കുക, അല്ലെങ്കിൽ സുബഹിക്കാണെങ്കിൽ സുബഹി നിസ്കരിച്ചതിന് ശേഷം അല്പം ഖുർആൻ ഓതുക, കുറച്ച് ദിക്റുകളൊക്കെ ചൊല്ലുക, ദായിമാക്കിടുക. എല്ലാ ദിക്റുകളും ഇന്ന ദിവസം ഞാൻ ഇത്ര ദിക്ർ ചൊല്ലും എന്നുള്ളത് ആദ്യമേ ഒരു പ്ലാനിങ് ഉണ്ടാവുക എന്നുള്ളതാണ്. എല്ലാവരും ഉറങ്ങുന്ന ആ സമയത്ത് നമ്മൾ എണീച്ചിരുന്ന് തഹജ്ജുദ് നിസ്കരിച്ച് ഖുർആൻ ഓതുന്ന ആ ഒരു ടൈമൊക്കെ വളരെ സന്തോഷമുള്ളതായിരിക്കും. നമ്മളെ മനസ്സിൽ ഭയങ്കര ഒരു സമാധാനം നമുക്ക് കിട്ടും. ആ ഒരു ദിവസത്തിന് ഒരു പ്രത്യേക ഒരു ഫീൽ ഉണ്ടാകും. ഭയങ്കര ഒരു ശരീരത്തിനൊരു ഉന്മേഷം, മനസ്സിനൊരു ഉന്മേഷം കിട്ടുന്ന പോലെ നമുക്ക് തോന്നും. വീട്ടിലെ മിക്ക സ്ത്രീകളും ആദ്യം പോകുന്നത് കിച്ചണിലേക്കായിരിക്കും. ആ അടുക്കളയിൽ നമുക്ക് എങ്ങനെ ഇബാദത്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആദ്യം തന്നെ നമുക്കൊരു ഇൻറ്റൻഷൻ വേണം, ഒരു നിയ്യത്ത്. രാവിലെ എണീച്ച് കിച്ചണിക്ക് കയറുന്ന സമയത്ത് നമ്മൾ ദുആ ചെയ്യുക അല്ലാഹുവിനോട്. അല്ലാഹുവേ, ഞാൻ ഇന്നിവിടെ ഒരുപാട് ജോലി ചെയ്യും, കുക്ക് ചെയ്യും, ക്ലീന് ചെയ്യും, വാഷ് ചെയ്യും, അതുപോലെ തന്നെ ഓരോ ഫുഡും ഞാൻ ഉണ്ടാക്കും. അതിലൊക്കെ എനിക്ക് അർഹമായ പ്രതിഫലം നൽകണേ. ഇത് ആരൊക്കെ കഴിക്കുന്നോ അവരുടെ രക്തക്കണികകൾക്കനുസരിച്ചിട്ട് കൂലി എനിക്ക് തരണേ എന്ന് ദുആ ചെയ്തിട്ട് ഇതിൽ ഹൈറും ബറക്കത്തും ചെയ്യണേ എന്നുള്ള ആ ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ട്, ആ ഒരു നിയ്യത്തോട് കൂടിയിട്ടായിരിക്കണം നമ്മുടെ അന്നത്തെ ദിവസം തുടങ്ങുന്നത്. നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെക്കാളും നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ള സമയമുണ്ട്. ജോലിക്ക് പോകാത്ത വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് ഒരുപാട് സമയമുണ്ട്. പുരുഷന്മാർക്ക് ചിലപ്പോൾ പുറത്ത് പോയിട്ട് ജോലി ചെയ്യുമ്പോൾ അവർക്ക് തഹലീലോ അല്ലെങ്കിൽ ഇസ്തിഗ്ഫാറോ ചെല്ലാനുള്ളൊരു ടൈം ഉണ്ടായിരിക്കില്ല. എന്തെങ്കിലും സംസാരിക്കുന്ന തരത്തിലുള്ള ജോലിയാണ് എന്നുണ്ടെങ്കിൽ ഒന്നും പറയാനും ചൊല്ലാനും കഴിയാത്തൊരവസ്ഥയായിരിക്കും. പക്ഷേ നമ്മൾ സ്ത്രീകൾക്ക് അങ്ങനെയല്ല, നമുക്ക് എപ്പോഴും ദിക്ർ ചൊല്ലാനുള്ള ടൈം ഉണ്ടാകും. കിച്ചണിൽ നമ്മൾ അടുക്കളയിൽ ഇബാദത്ത് എങ്ങനെ കൂടുതൽ കൊണ്ടുവരാം എന്നുള്ളതിന് നമ്മൾ ഓരോ ഫുഡ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ ബിസ്മി ചൊല്ലുക. അതുപോലെ തന്നെ പടച്ചോനെ ഇതിൽ എനിക്ക് കൂലി തരണേന്ന് ഓരോന്നിനും പ്രത്യേകമായിട്ട് പറയുക. ആദ്യം നമ്മൾ കിച്ചണിക്ക് വരുമ്പോൾ ആ ഒരു ഇൻറ്റൻഷൻ വെച്ചതിന് ശേഷം പിന്നെയും ഇപ്പോൾ നമ്മൾ പാത്രം കഴുകുകയാണ് എന്നുണ്ടെങ്കിൽ, അള്ളാഹ് ഞാൻ ഈ പാത്രം കഴുകുന്നുണ്ട്, ഇതെനിക്ക് ഭയങ്കര ഭാരമാണ്, പക്ഷേ അള്ളാഹു എനിക്ക് ഒരുപാട് കൂലി തരുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പാത്രം കഴുകുന്നത്. അങ്ങനത്തെ ഓരോ നിയ്യത്ത് നമ്മൾ വെക്കുക. നമ്മൾ ഓരോ പച്ചക്കറിയും അരിയണ സമയത്ത് നമ്മളൊന്നും വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് നമ്മൾ കൂടുതൽ നെഗറ്റീവാണ് ചിന്തിക്കുക. ഈ നെഗറ്റീവുകളൊക്കെ ചിന്തിച്ച് ഇങ്ങനെ അരിയുന്നതിന് പകരം നമ്മൾ ആദ്യം ബിസ്മി ചൊല്ലി, അല്ലാഹുവേ ഞാനിത് ഓരോന്നും കട്ട് ചെയ്യുമ്പോൾ എനിക്ക് അതിനുള്ള പ്രതിഫലം നൽകണേ എന്ന് പറഞ്ഞിട്ട് സ്വലാത്തോ ഇസ്തിഗ്ഫാറോ അല്ലെങ്കിൽ ഖുർആനോ, രാവിലെ ചില ആളുകൾക്ക് സമയം കിട്ടിയില്ല, ഓതാൻ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഖുർആൻ ഓതാവുന്നതാണ്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീട്ടിനുള്ളിൽ എല്ലാവരോടുള്ളൊരു സ്നേഹം, ഒരു പെരുമാറലാണ്. നമ്മൾ വെറും ദിക്ർ ചൊല്ലുക, വെറും ഖുർആനോത്, വെറും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ ഫാമിലി ലൈഫിൽ ഭയങ്കര പ്രശ്നങ്ങൾ വരും. നമ്മൾ മക്കളോടും മാതാപിതാക്കളോടും ഹസ്ബൻഡിനോടും വൈഫിനോടൊക്കെ സംസാരിക്കുന്നതും ഒരു ഇബാദത്താണ്. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെയും നമ്മൾ അതിനും സമയം സ്പെൻഡ് ആക്കുക. ദീനിൽ നിസ്കാരം മാത്രമൊന്നുമല്ല, ദീന് എന്ന് പറഞ്ഞാൽ നിസ്കാരം എന്നുള്ളതല്ല, നല്ലൊരു സ്വഭാവം കൂടിയാണ് ദീനിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഏതൊരു കാര്യം വളരെ സന്തോഷത്തോടും ഇഷ്ടത്തോടും വെറുപ്പില്ലാതെ ചെയ്യുന്നതാണ് ദീനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. നമ്മളെ വീട്ടിലെ മാതാപിതാക്കളോട്, മക്കളോട്, ഭർത്താവിനോട്, ഭാര്യയോടൊക്കെ നമ്മൾ നല്ല പുഞ്ചിരിയോടുകൂടി സംസാരിക്കുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുക്കുക. കാരണം നമ്മൾ എത്രയോ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ അള്ളാഹു നമുക്ക് പൊരുത്ത് തരുന്നില്ല. അതേപോലെ തന്നെ നമ്മളും പൊരുത്തപ്പെട്ട് കൊടുക്കുക. ഒരു വീട്ടിൽ സമാധാനം കണ്ടെത്തണമെങ്കിൽ അവിടുത്തെ സ്ത്രീകൾ മുന്നിട്ട് നിൽക്കണം എന്നാണ്
നമ്മൾ ചെയ്യാത്ത തെറ്റുകളൊന്നും നമ്മൾ ഏറ്റെടുക്കരുത്. നമ്മളെങ്ങനെയാണോ പിന്നെ തെറ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണോ അതെല്ലാം നമ്മൾ പറഞ്ഞിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഞാനിങ്ങനെ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നിക്കുന്നെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല, ഉണ്ടായി നിങ്ങൾക്ക് തോന്നിക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടെന്നുള്ള കേട്ടോ എന്ന് പറയാം. അത് അവിടെ തീരും. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കുന്നത് സെൽഫ് കെയർ ആണ്. അതായത് ഏത് തിരക്കിൻ്റെ ഇടയിലും നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം, അത് സ്കിൻ കെയർ കുറേ ഫേസിൽ അല്ലെങ്കിൽ ബോഡിയിൽ യൂസ് ആക്കുക എന്നുള്ളതിൽ ഉപരി നമുക്ക് ക്ഷീണം വരുന്ന സമയത്ത് നമ്മൾ അല്പസമയം കിടക്കുക, അതും ഒരു സെൽഫ് കെയർ ആണ്. കിടക്കുക അല്ലെങ്കിൽ ഒന്ന് വിശ്രമിക്കുക, ഇരിക്കുക, കിടക്കുക. ആ സമയത്ത് നമ്മൾ ഫോൺ എടുത്തിട്ട് അനാവശ്യ കാര്യങ്ങൾ കാണുന്നതിന് പകരം നല്ല ദീനി പ്രഭാഷണമോ അല്ലെങ്കിൽ ഖുർആൻ ഓതുന്നതോ അല്ലെങ്കിൽ നല്ല മദ്ഹ് സോങ്ങുകളോ ഇതൊക്കെ നമുക്ക് കേൾക്കാം. മ്യൂസിക് ഇല്ലാത്ത മദ്ഹ് സോങ്ങുകളൊക്കെ കേൾക്കാനായിട്ട് നോക്കാം. പിന്നെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക, വുളൂഇനെങ്ങനെ പുതുക്കിയും കൊണ്ടിരിക്കുക. എപ്പോഴും വുളൂഓട് കൂടി നിൽക്കുന്ന ഒരാളായിരിക്കണം. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിനെല്ലാം നമുക്ക് നല്ലൊരു ബർക്കത്തുണ്ടാവും. നമ്മളൊക്കെ ക്ലീനിങ് ചെയ്യുന്നവരാണ്, വീടിൻ്റെ മുറ്റമൊക്കെ അടിച്ചു വരുന്നതാണ്. ആ സമയത്തൊക്കെ നമ്മൾ ആരോടും അങ്ങനെ അധികം സംസാരിക്കാതെ, അതൊക്കെ ഒരു ഒറ്റപ്പെട്ട ജോലിയാണ്, പെട്ടെന്ന് തീർക്കുന്ന ജോലിയാണ്. ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ഇസ്തിഗ്ഫാർ ചൊല്ലുക, തഹ്ലീൽ ചൊല്ലുക, അങ്ങനെ എപ്പോഴും നമ്മൾ ദിക്റിനോട് ഇങ്ങനെ ഒരു അടുപ്പുള്ള ആൾക്കാരായിട്ട് മാറുക. ദിക്ർ എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു ഫ്രണ്ടാക്കിയിട്ട് മാറ്റുക. അടുത്തത് നമ്മൾ നോക്കുന്നത് രാത്രിയിലാണ്. രാത്രിയിൽ നമ്മൾ ഇരുന്നിട്ട് ചിന്തിക്കുക, നമ്മളെല്ലാ തിരക്കും കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുക ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ഓരോ ദിവസത്തിനും ഓരോ കാര്യങ്ങൾക്കും അള്ളാഹുവിനോട് നമ്മൾ നന്ദി രേഖപ്പെടുത്തുക. എന്നിട്ട് അള്ളാഹുവിനോട് പറയുക, എൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടേരണേ പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു മാപ്പും അള്ളാഹുവിനോട് ഒരു തൗബയും കൂടെ ചെയ്തിട്ട് കിടക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ പറയുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഇത് ഒരുപാട് വലിയ കാര്യങ്ങളാണെന്ന് കരുതും. പക്ഷേ ഇതൊക്കെ ലൈഫിൽ വളരെ വളരെ ചെറിയ കാര്യങ്ങളാണ്. ആ സമയത്ത് നമ്മളൊരു ദുആ കൂടി അള്ളാഹുവിനോട് പറയുക, യാ അല്ലാഹ് ഇന്നത്തെ എൻ്റെ എല്ലാ നല്ല കാര്യങ്ങളും നീ സ്വീകരിക്കണേ റഹ്മാനെ. എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും മോശം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ എന്ന് പറയാം. എന്നിട്ട് നമ്മൾ ആദ്യം ഇത് റിഫ്ലക്ഷൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, വുളൂ ചെയ്യുക. എന്നിട്ട് വന്നിട്ട് ഇതെല്ലാം പറയാം. അതിനുശേഷം ആയത്തുൽ കുർസിയും മുഅവ്വിദത്തൈനിയും എല്ലാം ഓതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അള്ളാഹിനോട് നല്ലോണം ദുആ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ നമ്മളെ എണീപ്പിക്കാനും എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്തിട്ട് നമ്മൾ കിടക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വുളൂഉം ഇങ്ങനെ ദിക്റുകളും ഖുർആനുകളും എല്ലാം ചൊല്ലിയിട്ടാണ് നമ്മൾ കിടക്കുന്നത്. ആ സമയത്ത് അല്ലാഹു തആല ഒരു മലക്കിനെ നമുക്ക് കാവലായിട്ട് തരും. എനിക്കൊരിക്കലും അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ കഴിയുന്നില്ല, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നവർക്ക്, എനിക്കെപ്പോഴും പണിയാണ് എന്ന് പറയുന്ന ആളുകൾക്കുള്ളതാണിത്. ഓരോ ദിവസവും അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. ഓരോ ജോലിയും നമുക്കതിനുള്ളൊരു അവസരമാണ്. ഒരു സ്റ്റോറി പറഞ്ഞുതരാം. ഒരു ഉമ്മ എന്നും രാവിലെ നേരത്തെ എണീക്കും, വൈകിയാണ് കിടക്കുന്നത്. ആ സമയത്ത് ഒരു ദിവസം ഇവരെന്ത് ചെയ്തു, ബെഡിലിരുന്നിട്ട് ഇങ്ങനെ കരയാണ്, അല്ലാഹുവേ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ സമയം കിട്ടുന്നില്ല, ഒരുപാട് തിരക്കുകൾ ഒരുപാട് ആളുകളുള്ള വീടായത് കാരണം എനിക്കൊന്നിനും സാധിക്കുന്നില്ല. ഭയങ്കര സങ്കടപ്പെട്ട് കരഞ്ഞിട്ട് ആ കണ്ണീരോട് കൂടിയിട്ട് എന്ത് ചെയ്തു, ആ ഉമ്മ കിടന്നുറങ്ങി. അങ്ങനെ അന്നത്തെ ഒരു ദിവസം ആ ഉമ്മ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ വലിയൊരു മൈതാനം, ആ മൈതാനത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. ആ ആൾക്കാരിൽ ഒരാളായിരുന്നു ഉമ്മയും. അങ്ങനെ ഓരോരുത്തരോടും ആരൊക്കെയോ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അവർ ഇബാദത്തുകളും നോമ്പുകളും ഖുർആനുകളും എല്ലാം അവരുടെ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഈ ഉമ്മാൻ്റെ ഊഴായ സമയത്ത് ഉമ്മാൻ്റെ കൂടെ വരുന്നത് കുറേ പാത്രം കഴുകിയതും കുക്ക് ചെയ്തതും ക്ലീൻ ചെയ്തതും ആണ്. അപ്പോൾ ഇവർക്ക് വല്ലാത്ത സങ്കടം തോന്നി. എല്ലാവർക്കും ഇബാദത്തുകളുണ്ടല്ലോ, എനിക്ക് മാത്രം ഒന്നുമില്ലല്ലോ എന്ന്. പക്ഷേ ആ ഒരു ചോദ്യം ചെയ്യുന്ന ആളെടുത്ത് എത്തിയ സമയത്ത് ഇവരെ മലക്കുകൾ ഇങ്ങനെ ആനയിച്ചു കൊണ്ടുപോവുകയാണ്. അതുപോലെ തന്നെ ഇവർ ചെയ്തിട്ടുള്ള എല്ലാ ജോലികളും മലക്കുകൾ ഇങ്ങനെ എണ്ണം പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് ഇവരെ ചോദ്യം ചെയ്യുന്ന ആൾ ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞു, അവർ ചെയ്തതിനേക്കാളിലും നിങ്ങൾക്ക് കൂടുതൽ പ്രതിഫലമുണ്ട്. കാരണം നിങ്ങൾ ചെയ്ത ഓരോന്നിനും നിങ്ങൾ നിയത്ത് വെച്ചിരുന്നു, നിങ്ങൾ ചെയ്ത ഓരോ കാര്യങ്ങളും ഇബാദത്താണ്. അപ്പോൾ എന്തായി, ഉമ്മാൻ്റെ വീട്ടു ജോലികളും ഉമ്മാൻ്റെ നിസ്കാരം ഓത്തും
നമ്മളൊരു ദിവസം 2 പേജ് ഖുർആൻ ഓതുകയാണെങ്കിൽ ആ ഉമ്മക്ക് 1 പേജേ ഓതാൻ കഴിയുള്ളൂ. പക്ഷേ ആ ഒരു റിഗ്രറ്റ് മനസ്സിലുണ്ടായത് കാരണം ആ ഒരു ചോദ്യം ചെയ്യപ്പെടുന്ന ആൾ എന്ത് ചെയ്തു, ഭയങ്കര കൂലി കൊടുത്തു. ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. ഈ സ്വപ്നം കണ്ട സമയത്ത് ഉമ്മക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. പിന്നെ തൊട്ടുകൊണ്ട് ഉമ്മ കൂടുതൽ കൂടുതൽ ജോലി ചെയ്താലും ഒന്നും ഒരു പരാതി പറയാതെ ഭയങ്കര സന്തോഷത്തോടു കൂടി നിയത്തോടു കൂടി ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചു.